എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ശബ്ദത്തിനൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. എനിക്ക് മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ. മഞ്ഞ് പുറത്ത് നല്ല മഞ്ഞുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വേരിയേഷനാണ്. എനിക്ക് മഞ്ഞ് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടൻറ്റ് തപ്പി പരതി നടക്കുകയൊക്കെ വേണമല്ലോ നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെ, അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ ഒരു തൊഴിലെന്ന് പറഞ്ഞാൽ തന്നെ. അങ്ങനെ ഇങ്ങനെ ഇന്നിപ്പോൾ അധികം തപ്പി നടക്കേണ്ടിയൊന്നും വന്നില്ല. ബോച്ചയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തു. ഒരുപാട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബോച്ചയുടെ 2 വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇനി എന്തിടണം എന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കാനായിട്ട് യൂട്യൂബ് എടുത്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞാനൊരു ഞെട്ടിപ്പോയി. അങ്ങനെ ഞെട്ടിപ്പോകുന്നൊരു വീഡിയോ എൻ്റെ കണ്ണിൽ വന്ന് ഉടക്കി. അതും എടുത്തോണ്ട് ഇങ്ങ് ഒറ്റൊരു പോക്കിങ്ങ് പോന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒന്നുമില്ല ഈ വീഡിയോയിൽ. ഇത്രയുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോയും കൊണ്ടാണോ ഈ തള്ള ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെയല്ല കേട്ടോ. ഈ വീഡിയോയിൽ ചിലതൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 മാസം കഴിയുന്നതേ ഉള്ളൂ. 3 മാസം. അപ്പോൾ ഈ 3 മാസത്തിനാൻ വെച്ച് 27,000-ഓളം സബ്സ്ക്രൈബേഴ്സിന് നേടാൻ കഴിഞ്ഞു എന്നത് എൻ്റെ മഹാഭാഗ്യം. അതെൻ്റെ കഴിവായിട്ട് ഞാൻ ഒരിക്കലും എടുക്കുന്നില്ല. എൻ്റെ മഹാഭാഗ്യം. നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ഉള്ളതിൽ എനിക്ക് അതിലേറെ സന്തോഷവും സംതൃപ്തിയും ബഹുമാനവും ഒക്കെയാണ്. അപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞ സമയത്തിന് ഞാൻ തുടക്കത്തിലേ തന്നെ ചാനൽ തുടങ്ങിയ പകുതി ആയപ്പോൾ തന്നെ ഒരു അരമാസമൊക്കെ ആയ സമയത്ത് ഞാൻ മെമ്പർഷിപ്പ് ലൈവിനെതിരെ ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ വീഡിയോ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഇടയ്ക്ക് ഞാനതൊക്കെ മതിയാക്കി കളഞ്ഞു, വേണ്ടാന്ന് വിചാരിച്ചു. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മെമ്പർഷിപ്പ് ലൈവിൻ്റെ വീഡിയോ ചെയ്ത വഴിയിൽ. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്ട്രൈക്കിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഫ്രീ ആയി. ഇപ്പോൾ എൻ്റെ ചാനൽ ഓക്കെയാണ്, ഫ്രീ ആണ്. ആ സ്ട്രൈക്ക് എന്നെ വിട്ടു പോയി കഴിഞ്ഞു. അപ്പോൾ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത്, ഈ മെമ്പർഷിപ്പ് ലൈവിനെതിരെ വീഡിയോ ചെയ്ത സമയത്ത്, എപ്പോഴൊക്കെ ഞാൻ മെമ്പർഷിപ്പ് ലൈവിനെതിരെ വീഡിയോ ചെയ്യുന്നുവോ അപ്പോഴൊക്കെ, പ്രത്യേകിച്ചും കൊല്ലത്ത് ഒരു ചേച്ചിയുണ്ട്, ഒരു ചേച്ചി, നമ്മൾ ആരെയും ബോഡി ഷേമിങ് ചെയ്യുന്നത് ശരിയല്ല. ബോഡി ഷേമിങ് ചെയ്യല്ല. ഒരു വല്ലാത്ത രീതിയിൽ അളിയാ എന്നും പറഞ്ഞിട്ടൊക്കെ കുഴഞ്ഞ് സംസാരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. അളിയാ വന്നാ അളിയാ ഹുണിയാ എന്നും പറഞ്ഞ് സംസാരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. അതെന്ന് വെച്ചാൽ അവർ കുഴഞ്ഞ് സംസാരിക്കുന്നതാണ്, അല്ലാതെ അവരെ മൂക്കിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ട് സംസാരിക്കുന്നതല്ല. അപ്പോൾ ഞാൻ എല്ലാവരെയും പറ്റിയിട്ട് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നതിനെതിരെ ഉള്ള ആളുകളെ വെച്ചിട്ട് എതിർത്ത് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മെമ്പർഷിപ്പ് ലൈവിൻ്റെ അമ്മച്ചിമാരെ കാരണം നമ്മൾ സാധാരണ ഒരു ലൈവ് ചെയ്യാനായിട്ട് കയറിയാൽ പോലും അവിടെയും ഇതുപോലെയുള്ള ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കുറേ എണ്ണം വന്നിട്ട് കമൻ്റ് ഇടുന്ന ഇതാണ് കണ്ടുവരുന്നത്. പക്ഷേ ദൈവം സാക്ഷി, എൻ്റെ വീഡിയോയിൽ മാത്രം ഇതുവരെ അത്തരത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ടില്ല. ആദ്യമൊക്കെ വരാറുണ്ടായിരുന്നു. ഒരുപാടൊന്നും പേരൊന്നുമില്ല, ഒരുപാട് അനാവശ്യങ്ങൾ പറയാറുമില്ല. പക്ഷേ ജസ്റ്റ് വന്നിട്ട് സ്റ്റാൻഡപ്പ് മാം എന്നൊക്കെ പറയുമായിരുന്നു. അവരപ്പോൾ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടുമായിരുന്നു. പിന്നീട് അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റാൻഡപ്പ് മാം, എണീച്ച് നിൽക്കാൻ എന്ന് വെച്ചാൽ അവർക്ക് ശരീരഭാഗം മുഴുവനായിട്ട് കാണാനായിട്ട്. അങ്ങനെ ഒരുപാട് പേരൊന്നും പറഞ്ഞിട്ടില്ല. ലൈവ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്കറിയില്ലല്ലോ നമ്മുടെ ലൈവ് ഏത് തരത്തിലുള്ള ലൈവാണെന്ന്. അപ്പോൾ ഒരു 2-3 ദിവസം ഇതുപോലെ 1-2 പേര് വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ നല്ല തെറി പറഞ്ഞിട്ട്, തെറി എന്ന് പറഞ്ഞാൽ പച്ച ചീത്തയൊന്നുമല്ല, മാന്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ട്, ഇതൊരു ഫാമിലി ലൈവാണ്, മേലാൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ വരാൻ പാടില്ല, നിങ്ങൾക്ക് പറ്റിയ ലൈവുകൾ വേറെയുണ്ട്, അങ്ങോട്ടേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്ഥിരമായപ്പോഴത്തേക്ക് ആളുകൾക്ക് മനസ്സിലായി ഇത് അവരാരും വിചാരിക്കുന്ന പോലുള്ള ലൈവല്ല എന്നുള്ള കാര്യം മനസ്സിലായി.
പിന്നെ ഈ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ട് ഈ ഒരു സമയം വരെ എൻ്റെ ലൈവിൽ അത്തരത്തിലുള്ള ഒരൊറ്റ മനുഷ്യർ പോലും വരാറില്ല എന്നുള്ളത് എൻ്റെ മഹാഭാഗ്യം ആയിട്ട് ഞാൻ കരുതുന്നു. എല്ലാവരും എൻ്റെ സഹോദര സ്ഥാനത്തുള്ളവരാണ്. അത്തരത്തിലുള്ളവർ മാത്രമാണ് എൻ്റെ ലൈവിലേക്ക് വരാറുള്ളത്. അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ. അപ്പോൾ ഇത് പറയുന്നതിനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയും, അത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റുന്നവരായിരിക്കും. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ കുറേ പെണ്ണുങ്ങളുണ്ട്, അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അതിലുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം ഒരു മാസം തന്നെ. എന്ന് വെച്ചാൽ ഇവർക്ക് ഈ മെമ്പർഷിപ്പ് ലൈവിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ 350, 150, 1000, 2000, 3000, 4000 അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരാൾക്കുള്ള ആ ഒരു പേയ്മെൻ്റ് എന്ന് പറയുന്നത്. അത് അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ അവരുടെ മെമ്പർഷിപ്പ് ലൈവിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കണക്ക് വളരെ മെനകെട്ട വസ്ത്രങ്ങളൊക്കെ ഇട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ ഈ മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ലൈവ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ലൈവിൻ്റെ ദൈർഘ്യം മാക്സിമം 11 മണിക്ക് അകത്ത് നിർത്തിയിട്ട് പോകുന്നതിൻ്റെ കാര്യം തന്നെ. അല്ലെങ്കിൽ കൂടിപ്പോയാൽ 11:15 അത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ കാര്യം തന്നെ ഈ മെമ്പർഷിപ്പ് അമ്മച്ചിമാർ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും, നമ്മുടെ ലൈവ് നടക്കുമ്പോഴത്തേക്ക് ഇനി മെമ്പർഷിപ്പ് അമ്മച്ചിമാരിൽ പെടുന്ന ആളാണോ എന്നുള്ള ആ ഒരു ഡൗട്ടൊന്നും ആർക്കും തോന്നണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഞാൻ ലൈവ് 11 മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം നിർത്തിയിട്ട് അങ്ങ് പോകുന്നതിൻ്റെ കാര്യം. ഇപ്പം നേരത്തെയാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 മണിക്ക് സമയം വയ്ക്കുമെങ്കിലും ചിലപ്പോൾ അത് നീണ്ടു പോവും. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം, അങ്ങനെ ഞാൻ ലൈവ് ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ ലൈവ് ചെയ്യുന്നില്ല, അങ്ങനെ ഈ മെമ്പർഷിപ്പ് അമ്മച്ചിമാർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ആ ഒരു മെമ്പർഷിപ്പ് ലൈവ് എന്ന് വെച്ചാൽ നമുക്കറിയില്ല, പുതിയ തലമുറകൾ, കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ വരെ ഇപ്പോൾ ഏത് സമയവും ഫോണുണ്ടായിരിക്കും. അവർ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും അവരുടെ മുറിക്കകത്ത് ഫോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്നത് കണക്കുള്ള അലവലാദികൾ ഇടുന്ന ലൈവുകളൊക്കെ ഈ കൊച്ചു കുട്ടികൾ കാണണ്ട എന്ന് കരുതിയിട്ടാണ്. കാരണം ഇപ്പോൾ ലൈംഗിക ദാരിദ്ര്യം ബാധിച്ചു കിടക്കുന്ന മനുഷ്യരുള്ളത് കൊണ്ട് ഇത്തരക്കാരികൾ അവളുമാരുടെയൊക്കെ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തെ വരുമാനം എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ലൈവിൽ വരുന്ന അവന്മാർ പറയുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അവന്മാർ എന്തൊക്കെ കോലങ്ങൾ പറയുന്നു ഇതൊക്കെ ഇവളുമാർ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കൊച്ചു കുട്ടികൾ നശിക്കണ്ടല്ലോ, പുതിയ തലമുറകൾ നശിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനും എന്നെപ്പോലെ തന്നെ പല സ്ത്രീകളും, ഒരു സ്ത്രീയല്ല പല സ്ത്രീകളും ഈ മെമ്പർഷിപ്പ് ലൈവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പുരുഷന്മാർ ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ചെയ്യാറുണ്ട് മെമ്പർഷിപ്പ് ലൈവിനെതിരെ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എപ്പോഴൊക്കെ മെമ്പർഷിപ്പ് ലൈവിനെതിരെ വീഡിയോ ചെയ്യുന്നുവോ അപ്പോഴൊക്കെ അതിൻ്റെ അടിയിൽ എന്നെ ഉപദേശിക്കാനായിട്ട് ഒരുത്തം വരുമായിരുന്നു, ഒരു മനുഷ്യൻ വരുമായിരുന്നു. അയാൾ വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ്, അതായത് വേറൊരു സ്ത്രീയുണ്ട്, കൊല്ലത്തുകാരിയാണ്. അപ്പോൾ അവരുടെ പേരൊന്നും ഞാൻ ഇതിൽ വെളിപ്പെടുത്തുന്നില്ല. പേര് വെളിപ്പെടുത്തിയിട്ട് നിങ്ങൾ പോയി അവരുടെ ചാനൽ തപ്പിയിട്ട് നിങ്ങൾ അവരുടെ അംഗം ആവണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ പേര് പറയുന്നില്ല. അവരാണ് ഈ പറയുന്ന കണക്ക് ഹലോ അളിയ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പുള്ളിക്കാരത്തിയുടെ ലൈവുകളെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ അവർ സാധാരണ രീതിയിൽ നോർമലായിട്ട് വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പോഴൊന്നും അവർക്ക് റീച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ ആയപ്പോഴത്തേക്ക് അവർ കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട് കുറച്ച് സാരിയൊക്കെ ഉടുത്തിട്ട് വന്നിട്ട് ലൈവ് തുടങ്ങി. ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വരും. പിന്നീട് ഈ സാരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വൃത്തികെട്ട രീതിയിൽ വൾഗറായിട്ടൊക്കെ ഇവർ വരാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേക്ക് അവർ മെമ്പർഷിപ്പ് ലൈവിലും വരാൻ തുടങ്ങി. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ എതിർക്കാൻ തുടങ്ങിയത്. ഇത് ശരിയല്ല, ഇങ്ങനെയുള്ള ലൈവിനൊക്കെ വന്നിട്ട് കുട്ടികളൊക്കെ ഒരുപാട് വഴിതെറ്റി പോകും. പോരെങ്കിൽ ഇവർ ഈ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തിന് അവിടെയും വേറെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടിയൊക്കെ ഉള്ള ഭർത്താവും ഒക്കെ ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് അവർ.
അപ്പോൾ അതുപോലെ അവരുടെ എന്താണ് അവരുടെ ഭർത്താവിനെ ഞാൻ പറഞ്ഞു ഇയാളൊക്കെ എന്ത് കിഴങ്ങന്മാരാണ്, വാഴകളാണ് ഇവനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ എല്ലാ വീഡിയോയിലും മെമ്പർഷിപ്പ് ലൈവിനെ പറ്റി ഞാൻ വീഡിയോ ഇടുമോ അപ്പോഴൊക്കെ അതിൻ്റെ താഴെ വന്നിട്ട് ഒരാൾ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല, അവർക്ക് ചെറിയ കുട്ടിയുണ്ട്, അവർക്ക് ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടികളെ വളർത്തണം, നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ജീവിതമൊക്കെ ആയിരിക്കും, അതുപോലെയല്ല അവരെ കുട്ടിക്ക് ഒരു മാസം ലക്ഷങ്ങൾ വേണം വരുമാനമായിട്ട് കുട്ടിയെ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആൾ വന്നിട്ട് ഇങ്ങനെ കമൻറ്റുകൾ ഇടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഏത് രീതിയിൽ മെമ്പർഷിപ്പിനെതിരെ വീഡിയോ ചെയ്താലും അപ്പോഴൊക്കെ ഈ പറയുന്ന വിടല വരുമായിരുന്നു. അങ്ങനെ പിന്നെ ആയപ്പോഴത്തേക്ക് ആകെ പ്രശ്നമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ എപ്പോഴും വരും. പിന്നെ ആയപ്പോഴത്തേക്ക് മെമ്പർഷിപ്പ് ലൈവിൻ്റെ തന്നെ ഒരു പെണ്ണുമ്പുള്ള വന്നിട്ടാണ് എനിക്ക് സ്ട്രൈക്ക് തന്നത്. അങ്ങനെ ആ ഒരു സ്ട്രൈക്കിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അതേക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ പിന്നീട് ഇയാൾ എന്നെ പറഞ്ഞു നിങ്ങൾ അവരുടെ ഫാമിലിയെക്കുറിച്ച് അറിയാതെ സംസാരിക്കരുത്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് കോണാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരുടെ ചാനലിൽ കയറി നോക്കിയപ്പോൾ എനിക്ക് വളരെ ദയനീയമായിട്ടുള്ളൊരു സംഭവമാണ് കാണാനിടയായത്. കാരണം മൂക്കിൽ കൂടെ ട്യൂബൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയൊരു കുട്ടിയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കിഡ്നിയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ആ കുട്ടിയുടെ അസുഖത്തെ പറ്റിയൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി നിഷാശ്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അന്ന് എന്നെ കുറേ യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു എന്തിനാ ഉത്തര നിങ്ങൾ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ വഴികൾ വളരെ കറക്റ്റായിരുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ സോറി പറഞ്ഞത്, അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു വിഷയം അങ്ങ് പോയി. അതോടുകൂടി ഞാൻ പിന്നെ ഈ മെമ്പർഷിപ്പ് ലൈവിനെതിരെ ഒന്നും മിണ്ടാണ്ടുമായി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് കരുതി. അങ്ങനെ അതൊക്കെ പോയി. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് പറയാൻ വന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ ഞാൻ എവിടെയൊക്കെ മെമ്പർഷിപ്പ് ലൈവിനെതിരെ വീഡിയോ ഇടുന്നോ അവിടെയൊക്കെ വന്നിട്ട് എന്നെ വിമർശിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. അയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ഒരു ചാനലെന്ന് പറയുന്നത് ആദ്യമൊക്കെ ഇയാൾ എങ്ങനെയെന്ന് വെച്ചാൽ അതായത് ക്ഷേത്രങ്ങളിലെയൊക്കെ പുറത്ത് പാട്ടൊക്കെ പാടുമല്ലോ സാധാരണ കുട്ടികൾ. ഉത്സവത്തിന് മാത്രമല്ല ഓണത്തിനൊക്കെ പാട്ട് പാടും. പിന്നെ ക്ഷേത്ര പ്രോഗ്രാമുകൾ, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളായിരുന്നു ഈ പുള്ളിക്കാരൻ്റെ ചാനലിൽ ഇയാൾ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് പിന്നീട് ഇങ്ങേരക്ക് തോന്നി അത് ഒരു റീച്ചും ഇല്ല, ഇയാൾക്ക് സബ്ബും ഇല്ല, റീച്ചും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങേര് തോന്നി മെല്ലെ റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങേര് റിയാക്ഷൻ വീഡിയോയിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങേർക്ക് ഇച്ചിരിച്ച് ഒരു 100 വ്യൂസ് പോലും വരാതിരുന്ന ഇയാളുടെ ചാനൽ അത്യാവശ്യം ഓടാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങേര് നമ്മളെപ്പോലെ തന്നെ പരദൂഷണം പറയാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ പലരെയും പരദൂഷണം പറയാനായിട്ട് തുടങ്ങി. പിന്നെ ഇയാൾ അതിന് പരദൂഷണം പറയാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ലൈവിലൊക്കെ ഇയാൾ വരാൻ തുടങ്ങി. ലൈവിലൊക്കെ വന്നിട്ട് ഞാൻ ഉത്തരയുടെ ശത്രുവാണെന്നല്ലേ ഉത്തര കരുതിയത്, ഞാൻ ഉത്തരയുടെ മിത്രമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഇയാൾ എൻ്റെ എല്ലാ ലൈവുകളിലും വന്നിട്ട് ഹായ് പെങ്ങളൂട്ടി സുഖമാണോ, അതാണ് ഇതാണ് ചപ്പാണെന്ന് പറഞ്ഞൊക്കെ ഇയാൾ വന്നിട്ട് കമൻ്റ് ഇടാനും തുടങ്ങി. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ സുഖമാണ് സഹോദര, താങ്കൾക്ക് സുഖമാണോ എന്നൊക്കെ നമ്മൾ സാധാരണ എല്ലാവരോടും ചോദിക്കുന്ന കണക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ഇരുന്നു. അപ്പോൾ പിന്നെ ഇയാൾ എന്ത് ചെയ്തെന്നോ, ഞാൻ യാദൃശ്ചികമായിട്ട് ഇയാളുടെ ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി. ദൈവത്തിൻ്റെ കാരുണ്യമാണ്. കാരണം നമ്മൾ ഈശ്വരനെ ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈശ്വരൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് കാണിച്ചു തരികയാണ്, മറ്റൊന്നുമല്ല. ഇയാൾ അന്നേ ദിവസം പോലും എൻ്റെ ചാനലിൽ വന്നിട്ട് ഈ നിലപാടില്ലാത്ത മനുഷ്യൻ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പെങ്ങളെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ലൈവിൽ വന്നിട്ട്. ആ അങ്ങേര് നോക്കിയപ്പോൾ അങ്ങേരുടെ ചാനലിൽ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. എന്താണ്, ഉപ്പും മുളവിലെ ബാലുവിനെയും അതുപോലെ തന്നെ കുട്ടമ്മാമനെയും എതിർത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഒരു കംപ്ലൈൻ്റ് ഒക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നെ ഒരുമാതിരി വലിച്ചു കീറി താറടിക്കുന്ന രീതിയിൽ ഈ വൃത്തികെട്ടവൻ, ഈ നിലപാടില്ലാത്തവൻ വന്നിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടാണ്ടിരിക്കുമോ?
ഞാൻ അത് എന്നിട്ട് ലാസ്റ്റ് ഒരു വെല്ലുവിളി, ചങ്കുറപ്പുണ്ടോ ഉത്തര ഉണ്ണി നിനക്ക് ഇതിൻ്റെ മറുപടിയുമായിട്ട് വീഡിയോ ആയിട്ട് വരാനെന്ന് പറഞ്ഞിട്ട്. ഇങ്ങേര് വിചാരിച്ചത് എന്താണെന്നറിയാമോ? ഞാൻ മറുപടി വീഡിയോയുമായിട്ട് വരുന്ന സമയത്ത് ഇയാളുടെ ഫോട്ടോയും ചാനലിൻ്റെ സിമ്പിളൊക്കെ വച്ചിട്ടങ്ങ് വീഡിയോ ചെയ്യുമെന്നാണ് ഇയാൾ വിചാരിച്ചത്. പക്ഷെ അതവിടെ അയാൾക്ക് തെറ്റി. ഞാൻ എന്ത് ചെയ്തെന്നോ, അതൊന്നും വെക്കാതെ തന്നെ ഞാൻ ഇയാൾക്കെതിരെ നല്ല ഒരു മറുപടി വീഡിയോ കൊടുത്തു. പക്ഷേ അതിൻ്റെ തിരിച്ച് ഞാൻ നല്ല രീതിയിലൊരു വെല്ലുവിളിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളൊക്കെ മുൻനിർത്തി താൻ ഇതിൻ്റെ മറുപടിയും കൊണ്ട് വായോ എന്നും പറഞ്ഞിട്ട്. പക്ഷേ അയാൾ ഇതുവരെ ഈ സമയം വരെ മറുപടിയും കൊണ്ട് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നിലവിൽ വന്നിട്ടിരിക്കുന്ന തെറി വിളിച്ച് ആനന്ദം കണ്ടെത്തുന്ന ചില സഹോദരിമാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് ഇയാൾ നല്ല രീതിയിൽ ഇതുപോലെ വീഡിയോ ചെയ്തു. ഇയാളുടെ ഇപ്പോൾ ഒരു സൂക്കേടെന്ന് പറയുന്നത്, ആരാണോ നമ്മുടെ മുന്നിൽ കുറച്ച് റീച്ചായിട്ട് നിൽക്കുന്ന ചാനൽ, അപ്പോൾ അവരെ എടുത്തിട്ട് അലക്കാനായിട്ട് പോകും. തിരിച്ച് അലക്കി കഴിയുമ്പോൾ അതിനൊരു മറുപടി പോലും കൊടുക്കാനായിട്ട് വരില്ല പാവപ്പെട്ടവൻ. അതായത് സനു എന്ന് പറയുന്നൊരു സ്ത്രീ, അവർ മെയിനെന്ന് പറഞ്ഞാൽ അവരെ എന്തെങ്കിലും ഉടക്കി കഴിഞ്ഞാൽ അവർ തെറി വിളിക്കും, നല്ല വിളിച്ചു കൊടുക്കും. അപ്പോൾ ആ സനുവിനോട് പക്ഷേ ഇയാൾ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകളാണ്. ഒരിക്കലും ഒരു പെൺകുട്ടിയെ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഇങ്ങേര് ഈ സനുവിനോട് പറഞ്ഞത്. പക്ഷേ സനു ഇട്ട് അലക്കി വെളുപ്പിച്ചു. പക്ഷേ അതിൻ്റെ മറുപടിയായിട്ട് കൊണ്ടു ചെല്ലാനുള്ള ധൈര്യം ഉണ്ടായില്ല ഇയാൾക്ക്. പിന്നീട് നമ്മുടെ ആരാണ് ഷെഫീന ബീഗത്തെയൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് കുടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ കുടയുന്ന സമയത്തും ഇവർ തിരിച്ച് കുടയുവാണെങ്കിൽ പുള്ളിക്കാരൻ ചലിക്കത്തില്ല. അതെന്തെങ്കിലും ആവട്ടെ, അയാൾക്ക് വേണമെങ്കിൽ അയാൾ ചലിക്കുകയോ ചലിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയാമോ? റേറ്റിന് വേണ്ടി പോകുന്ന പോക്കേ. ഇങ്ങേരെ നോക്കിയപ്പോൾ ഇതേ മെമ്പർഷിപ്പ് ലൈവിലെ അമ്മച്ചിമാരെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് പിന്നീട് പ്രതികരിക്കണ്ടേ? അതും ഞാൻ അന്ന് ആരെപ്പറ്റിയാണോ വീഡിയോ ചെയ്തത് ആ സ്ത്രീയെ പറ്റിയിട്ട് ഞാൻ അന്ന് അവരെ കൂടെ പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ കുട്ടിക്ക് സുഖമില്ലെങ്കിൽ, അഥവാ സുഖമില്ലെങ്കിൽ ഒരുപാട് ചാരിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ടിട്ട് അവരെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പണം തരണമെന്ന് പറഞ്ഞ് ഇട്ടിരുന്നാൽ നല്ലവരായ മനുഷ്യർ ഒരുപാട് പൈസ കൊടുത്ത് സഹായിക്കും. ഇതൊന്നും ചെയ്യാതെ സ്വന്തം ശരീരഭാഗങ്ങൾ കാണിച്ച് ജീവിക്കേണ്ട, പുതിയ തലമുറയെ പോലും നശിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഈ കിളവൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്തെല്ലാം മുടക്ക് ന്യായങ്ങൾ പറഞ്ഞു എന്നറിയാവോ? എന്നിട്ട് നാണമില്ലാതെ ഈ മനുഷ്യൻ എന്നെ വച്ചൊരു വീഡിയോ ചെയ്തതിന് ശേഷവും ഇങ്ങനെ ഇപ്പോഴും എൻ്റെ ലൈവിൽ വന്നിട്ട് പെങ്ങളെ സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാനൊന്നും അറിയാത്ത പോലെ ആങ്ങളെ സുഖമാണെന്നങ്ങ് പറഞ്ഞു വിടാറുണ്ട്. എന്തായാലും ഈ കിളവൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാം. വോയിസ് മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരനെ കാണിച്ചു തരുന്നില്ല കേട്ടോ. ഈ കിളവൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് എന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ പൊങ്കാര ഇടുമ്പോൾ ഞാൻ അവരെയൊക്കെ എതിർത്ത് സംസാരിച്ചു. കാരണം എന്റെ നിലപാടിൽ ഇപ്പോഴും ഒരു മാറ്റം. എന്താ പറയുക, യൂട്യൂബ് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്നത്. അതുപോലെ ഈ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ അവരുടെ ലൈവ് കാണാൻ പറ്റൂ. അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലൈവിനകത്ത് കൂടുതലും ആൾക്കാർ പോകുന്നത് ലൈംഗിക ദാരിദ്ര്യമുള്ളവരും അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ഭാര്യം നട്ടില്ലാത്തവർക്കാണ്. ഇതുകൊണ്ടൊരു ചെറിയ വരുന്നത് അവർ കഷ്ടപ്പെടുന്ന പൈസ 1000-10,000 എവിടെ തിരികെ കൊടുത്ത് ഇച്ചിരി ഗുണ്ടി അടി ഗുണ്ടി അടി ഈ ഗുണ്ടി അതൊക്കെ കണ്ടിട്ട് ഒന്ന് ആശ്വസിക്കുക. അവരാശ്വസിക്കട്ടെ, ആശുള്ള ടീമുകളല്ലേ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ പരിഭവവും ഇല്ല. നമുക്കും കാണാൻ വല്ലപ്പോഴും. അവര് മെമ്പർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോ കൂടുതലും വരുന്നത് ലൈവിന് വേണ്ടിയിട്ടല്ല. ആൾക്കാരെ എത്രത്തോളം നമ്മളെ മെമ്പർഷിപ്പിലേക്ക് ആകർഷിക്കാം എന്ന് കരുതിയിട്ട് മാത്രമാണ്. അപ്പോ ഒരു 2 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു നമ്മുടെ കൊട്ടാരക്കരയുള്ള ഒരു സ്ത്രീ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിനകത്ത് ചെറിയ രീതിയിൽ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. മീൻ മുറിക്കുന്നതും പിന്നെ കപ്പ പുഴുന്നതും മുളക് കൂട്ടി അടിക്കുന്നതൊക്കെ അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ നേരെ ക്യാമറ വീഡിയോ എടുത്താൽ അപ്പൊ അന്നത്തെ ഞാൻ ഒരു നല്ലൊരു സപ്പോർട്ട് ചെയ്തു. കാരണം അന്ന് സുഖമില്ലാത്തൊരു കുഞ്ഞിയാണ്. അങ്ങനെ മൂക്കിലൂടെ ഒക്കെ ട്യൂബൊക്കെ ഇട്ടായിരുന്നു കിടക്കുന്നത്. വളരെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു കഷ്ടത തോന്നും.
അതിലത് ആ സ്ത്രീ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ ചികിത്സ ചെയ്യാൻ കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്, 25,000 രൂപ ചെലവ് കൊടുക്കുന്നത്. അങ്ങനെ ഈ ദയനീയാവസ്ഥ കണ്ടിട്ട് കണ്ടമാനം ആൾക്കാരെ അവരെ സഹായിച്ചിട്ടുണ്ട്. വാടക വീട്ടിലാണ് കഴിയുന്നത്. അതിനുശേഷം ചേച്ചിക്ക് കുറച്ചുകൂടി വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് ലൈവ് വരാൻ തുടങ്ങിയപ്പോ ചേച്ചി ആദ്യം മാന്യമായിട്ടൊക്കെ വന്നിരിക്കും. സിവിൽ ഡ്രസ്സാണ്, പിന്നെ ചിലപ്പോ ഷാള് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഹൂക്ക് അങ്ങോട്ട് മാറ്റി അങ്ങനെ നിന്നെ കണ്ടില്ലെന്നതാ, നീ എവിടെയായിരുന്നതാ, ഞാൻ ഇന്നും നോക്കിയിരുന്നതാ, രാജേഷേ എന്തൊക്കെ ആവശ്യം നിന്നെ ഞാൻ നോക്കിയിരുന്നതാ. അങ്ങനെയൊക്കെ ചേച്ചി ആൾക്കാരെ ആകർഷിച്ച് ലൈവിലേക്ക് കൊണ്ടുവരാൻ. എടാ മനുഷ്യ, ഇതൊക്കെയല്ലേ പലപ്പോഴും നമ്മൾ തന്നെ ഈ മെമ്പർഷിപ്പ് ലൈവിനെ പറ്റി പറഞ്ഞു കളഞ്ഞത്. അപ്പോഴല്ലേ ഇയാൾക്ക് സഹിക്കാൻ വയ്യാതെ ഇയാൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഓരോരോ കൊനസ്റ്റ് കമൻറ്റുമായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണോ തനിക്ക് നേരം വെളുത്തത്? മനുഷ്യ, നിങ്ങൾക്ക് കണ്ടന്റിന് ദാരിദ്ര്യം വന്നപ്പോൾ, നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയല്ലേ ഇതൊക്കെ എടുത്തിട്ട് അലക്കണമെന്ന്? എന്നാലേ നല്ല രീതിയിൽ റീച്ച് വരുവുള്ളെന്ന് തോന്നിയല്ലേ? നിങ്ങൾ എന്തെല്ലാം രീതിയിൽ നമ്മളെയൊക്കെ, ഈ എന്നെ പോലും എന്തെല്ലാം രീതിയിൽ വന്ന് ഉപദേശിക്കാൻ വന്നിട്ടുള്ള മനുഷ്യനാണ്. ഒരു നിലപാട് വേണ്ടേടോ ആണുങ്ങളായ പ്രത്യേകിച്ചും. അങ്ങനെ ലൈവിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ലാസ്റ്റ് ചേച്ചി ലൈവ് തീരുന്നതിന് മുമ്പ് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ലൈവ് ഇരിക്കും. ലാസ്റ്റിലാണ് ചേച്ചി ഒന്ന് എണീറ്റ് അങ്ങോട്ടടിയും ഇങ്ങോട്ടടിയും കാണിക്കും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ചേച്ചി മെല്ലെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പിലേക്ക് കടന്നു. ഇന്ന് നല്ല ഒന്നാം തരം അറിയപ്പെടുന്ന മെമ്പർഷിപ്പ് ചെയ്യുന്ന ചേച്ചിയായി മാറി. പുരോഗതി കൂടിക്കൂടി വന്നു. ഇപ്പോൾ എടാ മനുഷ്യ, അവര് മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങിയതിന് ശേഷം തന്നെയാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്തത്, മനസ്സിലായില്ലേ? തനിക്ക് ആ സമയത്ത് അവരെ പോലുള്ളവരുടെ സപ്പോർട്ട് വേണമായിരുന്നു. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അവരെ നേരിട്ട് പരിചയമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എവിടെയൊക്കെ അവർക്കെതിരെ വീഡിയോ ചെയ്യുകയായിരുന്നുവെങ്കിലും ഒരു ഷോർട്സ് ഇട്ടാൽ പോലും താൻ അതിൻ്റെ അടിയിലേക്ക് വരുമായിരുന്നു, തനിക്ക് കുറേ ന്യായങ്ങളും കൊണ്ട്. തനിക്ക് എന്ത് നിലപാടാണോ ഉള്ളത്? താനിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇയാളുടെ ചാനലിൽ എങ്ങനെ നോക്കിയിട്ട് റീച്ച് ഇല്ലാത്തതിൻ്റെ പേരിൽ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചാനൽ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇയാൾക്ക് കണ്ടൻറ്റ് വേണം. പിന്നെ ഇയാൾ അത്യാവശ്യം ഇയാൾ സാധാരണക്കാരെ പറ്റിയൊന്നും വീഡിയോ ചെയ്യില്ല. ഇയാൾ എങ്ങനെയെന്ന് വെച്ചാൽ അത്യാവശ്യം വ്യൂസ് വരുന്ന ചാനലുകാരെ നോക്കി തപ്പിയെടുത്തങ്ങ് വീഡിയോ ചെയ്യും. ഇയാൾക്ക് നാണമില്ലടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിഷാശ്രീയെ കുറിച്ചിട്ട്, നിഷാശ്രീയെ തന്നെയാണ് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങളുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ അവർക്കെതിരെ വീഡിയോ ചെയ്യാൻ എന്ത് റൈറ്റാണ്ടോ തനിക്കുള്ളത്? നമ്മളെയൊക്കെ താൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്യുന്നതിനെതിരെ. എന്നിട്ട് നിനക്ക് നാണമില്ലേ മനുഷ്യ? ചേച്ചിയുടെ അക്കൗണ്ടിൽ അതും അവന്റെ കഴിവ്. അയ്യോ, പിന്നെന്തിനാ താൻ വർത്താനം പറയുന്നത്? അതുപോലെ ഈ മെമ്പർഷിപ്പ് ചെയ്യുന്ന ചേച്ചിമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഭയങ്കര സ്വാധീനമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കാശുള്ള ടീമുകളിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. അതായത് സത്യം പറഞ്ഞ ചുരുക്കം പറഞ്ഞാൽ അവർക്ക് ഈ ചേച്ചിമാർ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് ഈ ചേട്ടന്മാർ മനസ്സിൽ കാണും. അത് അങ്ങോട്ട് വാങ്ങിച്ച പാഴ്സൽ അയച്ചു കൊടുക്കുകയാണ്. ഇട മനുഷ്യ, അതാണ് അവർ 3000-4000 രൂപയൊക്കെ മേടിച്ചിട്ടാണ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്. തനിക്കിപ്പോഴാണോ നേരം വെളുത്തത്? ഇത്രയും നേരമായിട്ട് താൻ ഉറക്കമായിരുന്നോ? നമ്മളൊക്കെ ലൈവ് ഈ ഒരു ലൈവിനെ പറ്റിയിട്ട് നന്നായിട്ട് ഘോരം പ്രസംഗിക്കുന്ന സമയത്ത് താനൊക്കെ വന്ന് കമൻ്റ് ഇട്ട് രസിച്ചുകൊണ്ടിരുന്ന ആളുകളല്ലേ. തനിക്കെന്താ, നിങ്ങൾക്കെന്താ അതിൽ പ്രശ്നം? നിങ്ങൾക്കെന്താ, അവർക്കൊരു കുട്ടിയെ വളർത്തണം, ഒരു വയ്യാത്ത കുട്ടിയെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്തൊക്കെ ഇരുന്ന് ഛർദ്ദിച്ച് വെക്കുമായിരുന്നു. ഇപ്പം തനിക്ക് നാണമില്ലടോ, തനിക്കൊരു നിലപാടില്ലടോ മനുഷ്യ. ഇങ്ങനെയാണോ ആണുങ്ങൾ നിലപാടില്ലാത്തവനെ? ചേച്ചി ഇന്നൊരു ഫോണൊക്കെ കൊടുത്തുകൊണ്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കും. കാരണം ഇവർക്ക് ഡ്രസ് വാങ്ങിക്കുന്നതിന് ഒരു ചെലവില്ല. ആൾക്കാരെ വാങ്ങിച്ചത് തള്ളി കൊടുക്കുക. ആയിക്കോട്ടെ. അപ്പൊ ഈ ഇടയ്ക്ക് ചേച്ചിയുടെ ഒരു ലൈവ് ഞാൻ കണ്ടു. ലൈവിൽ ആദ്യം ചേച്ചി ചുമ്മാതല്ല ഇയാൾ നമ്മളൊക്കെ ഈ മെമ്പർഷിപ്പ് ലൈവിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് എതിർത്ത് സംസാരിക്കുന്ന നേരത്ത് ഇയാളൊക്കെ വന്ന് നിന്ന് കട്ട സപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ട് നമ്മളെ താറടിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇങ്ങേര് ഇതൊക്കെ പോയി കാണാറുണ്ട്. ഇങ്ങേർക്ക് ഇതൊക്കെ കാണണം. അതുകൊണ്ടാണ് ഇങ്ങേര് എങ്ങാനും ഇതങ്ങനെ നിന്ന് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങേര് ഈ കിടന്ന് ഈ ആരൊക്കെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന അവരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുട്ടികൾ കാണും, നമ്മുടെ സമൂഹം മോശമായി പോവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ
കുട്ടികളെ വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങേര് വന്ന് കിടന്ന് കരയുമായിരുന്നു, കരഞ്ഞ് മെഴുകുമായിരുന്നു. എന്നിട്ട് ഇയാൾ ഇപ്പം എന്തൊക്കെയായി പറയുന്നത്, ഇയാൾ ഇതൊക്കെ പോയി കാണും. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ ഈ ഒരു ലൈവിനെതിരെയൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അന്ന് സങ്കടം വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇയാൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇതൊക്കെ എടുത്തിട്ടങ്ങ് അലക്കാൻ തുടങ്ങി. ഏടാ മനുഷ്യ, തൻ്റെ നിലപാടില്ലായ്മ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. സംസാരിച്ചു ലാസ്റ്റ് പറഞ്ഞു ഇന്നത്തെ 12 മണിക്ക് ബിക്നി ലൈവാണ്, ബിക്നി ലൈവ്. അതിൽ ഇന്ന് ഞാൻ ഇടുന്നത് കണ്ടോ, ഇതാണ് ഇടതാണ്ട, കണ്ടോ കണ്ടോ രാജേഷ്. ഇയാൾക്ക് നാണമില്ലേ? ഇയാൾ ഒരു ഉള്ളിച്ചാക്കിൻ്റെ തൊലി എടുത്തുകൊണ്ട് വന്നിട്ട്, ഉള്ളിച്ചാക്കുണ്ടല്ലോ, ഉള്ളിയൊക്കെ വരുന്ന നൈറ്റ് പിങ്ക് കളറുള്ള ചാക്ക്, ആ ചാക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇയാളിങ്ങനെ അയാളുടെ ശരീരത്ത് വെച്ചിട്ട് കാണിക്കുകയാണ്. അത്രയും കട്ടിയില്ലാത്ത ഡ്രസ്സാണ് അവരിടുന്നതെന്നുള്ളത്. വൃത്തികെട്ടവനോ, താൻ ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. താൻ പോയി ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ടാണോടോ താൻ ഇങ്ങനെ വിമർശിക്കാനായിട്ടിരിക്കുന്നത്? നാറ്റം വെച്ച മനുഷ്യ, എന്താടോ താൻ എന്നാടോ നിനക്കൊക്കെ ഇനി ഒരു നിലപാടുണ്ടാവുന്നത്? പാട്ടക്കളവാ. ഇതാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഒരു നമ്മുടെ ഈ മദാമ്മമാരെ കിട്ടുന്ന ഈ റിബൺ ഉണ്ടല്ലോ, റിബൺ ഇത്ര വീതിയൊക്കെ ഇതിലുള്ള ഐറ്റമാണ് ശേഷിക്കുന്നത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നതിന് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് അഭിപ്രായം കാണിച്ചു. ഇതുപോലെയുള്ള കോണകത്തിന്റെ പരസ്യം കാണിക്കും യൂട്യൂബിലേക്ക് വരുന്ന കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്, അവരിത് കാണുകയാണ്. അപ്പൊ അവർ വിചാരിക്കും ഇതിനകത്ത് എന്താണ് സാധനം ഉള്ളത്, സ്പെഷ്യലായിട്ടുള്ളത്. സാധാരണ ഒരു സ്ത്രീക്കും പുരുഷനും അറിയാം അവരവരുടെ ശരീരത്ത്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അറിയാം ഒരു പുരുഷന്റെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളുണ്ടെന്ന് അവർക്കറിയാം. അതായത് സ്വന്തം ഭാര്യയ്ക്ക് ഒരു അടിവസ്ത്രങ്ങൾ മാറ്റി കൊടുത്തിട്ടുള്ള ഒരു പുരുഷന് മനസ്സിലാവും ഒരു സ്ത്രീയുടെ ബോഡി കാണുമ്പോൾ അത്രത്തോട് ഉണ്ടാവും. എന്റെ കണക്കൂട്ടല്ല, അത് ആ ഒരു ഐറ്റത്തെ കണ്ടു കഴിഞ്ഞാൽ മുൻതൂക്കം ഒരു 36, ബാക്ക് തൂക്കം ഒരു 90 ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അല്പസ്വല്പം കൂടി പറഞ്ഞൊക്കെ നിൽക്കും കേട്ടോ. ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. തനിക്ക് നാണമില്ലേടോ മനുഷ്യ ഇങ്ങനെ സംസാരിക്കാനായിട്ട്? ഞാൻ ഈ പറയുന്ന സ്ത്രീയെ കുറിച്ച്, ഇവരുടെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നതിനെ കുറിച്ച്, ഞാൻ അവരുടെയൊന്നും മെമ്പർഷിപ്പ് ലൈവ് കണ്ടിട്ടൊന്നും അല്ല വീഡിയോ ചെയ്യുന്നത്. മെമ്പർഷിപ്പ് ലൈവ് എന്തായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ബോധമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും, അറിയാം അതെന്തായിരിക്കുന്നു. കാരണം അവർ തന്നെ പറയുന്നുണ്ട് മെമ്പർഷിപ്പ് ലൈവ് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യവും അതിൻ്റെ റേറ്റുകളും ഈ സ്ത്രീകൾ തന്നെ സാധാരണ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചെറിയ മക്കൾ വഴിതെറ്റിപ്പോവും. എല്ലാ കുട്ടികളുടെ കയ്യിലും ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു ID വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വെരിഫിക്കേഷൻ ചെയ്യുന്നത് പോലെ ഇവർക്ക് ഉണ്ട്. കുട്ടികൾക്ക് കാണാൻ പാടില്ല, സെക്ഷുവൽ ആയിട്ടുള്ളതാണെന്നൊക്കെ ഇവർ വെരിഫിക്കേഷൻ ചെയ്യും. പക്ഷേ ഈ ഒരു ഫോണ് ഒരു മുതിർന്ന വ്യക്തിയുടെ ഫോണാണ് ആ കുട്ടി എടുത്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതിനകത്ത് അങ്ങനെയില്ല, അഡൽസിന് കാണാൻ പറ്റും. അപ്പോൾ ആ കുട്ടിയാണോ കാണുന്നത് അഡൽസാണോ കാണുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ അത് കയറി കാണും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് ഘോരഘോരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഈ കിളവൻ വന്നിരുന്നിട്ട് നമ്മളെ ഭരിക്കാനായിട്ട് വന്നിരുന്ന കിളവൻ ഇപ്പം നാണവും മാനവും മര്യാദയും ഇല്ലാതെ അങ്ങേരൊക്കെ 3 ചക്രത്തിന് വേണ്ടിയിട്ട് അങ്ങേരുടെ ചാനലിൽ അങ്ങേര് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാൾ ഈ ഒരു, നിങ്ങൾ മെമ്പർഷിപ്പ് ലൈവിനെതിരെ വേറെ ആരെക്കുറിച്ചാണ് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന സ്ത്രീയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഭരിക്കാനായിട്ട് നാണവും മാനവും മര്യാദയും ഇല്ലാതെ വന്നിട്ടുള്ള ഒരുത്തനാണ്. തനിക്ക് എന്താടോ നിലപാട്? ഒരു നിലപാട് വേണ്ടടോ മനുഷ്യനായി കഴിഞ്ഞാല്. ഇങ്ങനെയുള്ള ആൾക്കാരെ ആകർഷിക്കുന്ന പരിപാടി ഒന്ന് കുറച്ചാൽ നമ്മുടെ സമൂഹത്തിന് അതൊരു നന്മയാണ്. ഞാൻ ഇതിങ്ങനെ പറയുമ്പോഴത്തേക്ക് താൻ വന്നിട്ട് എന്താടോ ചിലച്ചോണ്ടിരുന്നത്? വൃത്തികെട്ടവനെ, തനിക്ക് എന്ത് നിലപാടാടോ ഉള്ളത്? നാണം കെട്ടവനെ. നിങ്ങളുടെ ഈ ലൈവൊക്കെ എല്ലാവരും കണ്ടുകണ്ട് മടുത്ത് കിടക്കും. പിന്നെ നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ ഈ വാട്സപ്പ് നമ്പർ അയച്ചു കൊടുത്തു, അത് പേഴ്സണായിട്ട് 5-10 മിനിറ്റ് കാണുന്നതിന് 10,000 രൂപ. ഈ ചിലപ്പോ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് ഗൾഫിലൊക്കെ പോയിക്കുന്നത്. ഭാര്യയ്ക്ക് മക്കൾക്ക് കഷ്ടപ്പെടുന്നത്. അവനും കൊണ്ടുവന്ന് തള്ളി കൊടുക്കും 10,000 രൂപ 10 മിനിറ്റ് ഈ സാധനം കാണാൻ. അങ്ങനെ ആ ചേച്ചിയുടെ കഥ അവിടെ നിൽക്കട്ടെ.
അതുപോലെ എനിക്ക് തോന്നുന്നു കേട്ടോ, ഇയാൾ നമ്മളുടെ അടുത്തൊക്കെ മെമ്പർഷിപ്പ് ലൈവിനെതിരെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കെതിരെയൊക്കെ നന്നായിട്ട് വന്ന് വിമർശിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഇയാൾ വിചാരിച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഇയാൾക്ക് മെമ്പർഷിപ്പ് ലൈവ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് അവർ നല്ല ആട്ട് വെച്ച് കൊടുത്ത്, പണ്ടത്തെ ഒരു സിനിമയിൽ ആട്ട് നടക്കുക എന്നും പറഞ്ഞിട്ടൊരു ആട്ട് വെച്ച് കൊടുത്തു. ആ ആട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളിക്കാരന് തലയിൽ ഓളം വന്നത്. അങ്ങനെയാണ് ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ദേ ഇങ്ങനെ അതിനെതിരെ വന്ന് ചിലയ്ക്കാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇയാൾ വിചാരിച്ചിട്ടുണ്ടല്ലോ, ഘോരം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് ലൈവ് കാണാനുള്ള അവസരം അവർ തരുമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നോ, ഇയാൾ ചെന്ന് റിക്വസ്റ്റ് അയച്ചപ്പോഴത്തേക്ക് ആട്ടി വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇയാൾ ഇപ്പോൾ സംസാരിക്കുന്നത്? എന്തെല്ലാം പറഞ്ഞതാണ് മനുഷ്യ നിങ്ങൾ എൻ്റെ ചാനലിൽ വന്നിട്ട്. എന്നിട്ട് ഇത്രയും നാണമില്ലാത്ത ഒരുത്തനായിപ്പോയല്ലോ താൻ. ചുമ്മാ അല്ലേടോ തന്നെ എല്ലാവരും പറട്ടക്കളവ എന്ന് വിളിക്കുന്നത്. തുടങ്ങി മെമ്പർഷിപ്പില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബിസിനസ് ഉണ്ട്, ആഡംബര വീട്, ആഡംബര കാറ്. ഇതെല്ലാം നമ്മളെ ഇതുപോലെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, എന്റെ വിഷയം അതല്ല. ആ ചേച്ചി ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഇതല്ല വിഷയം. ചേച്ചിക്കൊന്നിപ്പോ ലൈവ് വരാൻ സമയമില്ല. കാരണം 5 മിനിറ്റ് 10 മിനിറ്റ് 12 മണിക്ക് ലൈവ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വെളുക്കുന്നവരെ ലൈവാണ്. ഇത് കഴിഞ്ഞ് പാലിച്ച് കിടന്ന് ഉറങ്ങണം കേട്ടോ. ഈ ചേച്ചി ഒരു ദിവസം നോക്കിയപ്പോ റൂമില് ചേച്ചി വന്ന് കട്ടിലിൽ വന്ന് സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ പെറ്റമ്മ സഹിക്കുക. താൻ എന്തിനാണോ ഈ പെറ്റമ്മ സഹിക്കാത്ത കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോകുന്നത്? നമ്മളാരും പോകുന്നില്ലല്ലോ. അപ്പൊ തനിക്ക് കാണുകയും വേണം, പരദൂഷണം പറയുകയും വേണം. നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇപ്പൊ ഞാനിത് പറയുമ്പോ ബോഡി ഷേമിംഗ് ആണെന്ന് പറയുന്നു. കാരണം ഞാൻ കണ്ട് ഈ ഓരോ വ്യക്തിയൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, കാണാത്തവർക്കൊക്കെ നോക്കിയാൽ അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ ഒരു പ്ലാവുണ്ട്, ഈ ഓൾ സീസൺ ചക്ക കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ വെല്ലി എന്ന് പറയുന്ന ഐറ്റം പ്ലാവ്. അതിന്റെ ചക്കയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വലിപ്പം കാണിച്ചത് ഒരു 5 കിലോ 6 കിലോ ഒക്കെ വരും. അതുപോലെയുള്ള 2 സാധനം ചേച്ചി ആദ്യം വന്ന് ഇങ്ങനെ കുനിയുന്നത് കുലിക്കിത്തക്ക അടുത്ത് കുലിക്കിത്തക്ക എന്ന് പറഞ്ഞ ഈ അടി അങ്ങോട്ട് സുഹൃത്തുക്കളെ, അതൊന്ന് കണ്ടാൽ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഇത് തെറിച്ച് അവര് ദേഹത്ത് ചെന്ന് വീണാണ്ട് അവിടുത്തെ കട്ടയപ്പോഴും മടങ്ങി. എടാ നാണം കിട്ട മനുഷ്യ, തനിക്ക് നാണമില്ലേ? പെണ്ണുങ്ങളുടെ കുലുക്കിത്തൊക്കെ കാണാൻ താൻ പോണ്ട. താൻ പോവുകയും വേണം, തനിക്ക് കാണുകയും വേണം. എന്നിട്ട് കുറ്റം പറഞ്ഞ് ചാനലിലിട്ട് പൈസയും ഉണ്ടാക്കി നക്കണം. ഇതല്ലേ തൻ്റെ സ്വഭാവം? എടോ, ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? താൻ എന്നെ അതിരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മെമ്പർഷിപ്പ് ലൈവിനെതിരെ ഞാൻ വളരെ മാന്യമായിട്ട് മാത്രമാണ് വീഡിയോകൾ ചെയ്യാറുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ ദേഷ്യപ്പെട്ട് ചെയ്താൽ പോലും എൻ്റെ വാക്കുകളിൽ സഭ്യത ഉണ്ടാവും. ഞാൻ ആ ഒരു രീതിയിൽ വീഡിയോ ചെയ്തിട്ടുള്ള സമയത്തൊക്കെ താൻ അതിൻ്റെ അടിയിൽ കയറുന്ന എവിടെയൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടോ ഒരു കമൻ്റ് ഇട്ട് താൻ പോവില്ല. താൻ അതിൻ്റെ അടിയിൽ വരും, 100,000 കമൻറ്റുകൾ ഇടാനായിട്ട് താൻ വരും. അവർ ഒരു വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് ജീവിക്കുന്നതാണ്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അതുപോലെയുള്ള ഒരു അവസ്ഥ വന്നാലേ അറിയത്തുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നാണോ മാനോ ഇല്ലാതെ തൻ്റെ ചാനലിന് റീച്ച് കൂട്ടാനായിട്ട് ഇപ്പോൾ വരാനായിട്ട് തനിക്ക് നാണോ ഇല്ലടോ? തനിക്ക് നാണോ ഇല്ലടോ നിലപാടില്ലാത്തവനെ? അപ്പൊ ബോഡി ഷേവിംഗ് അല്ല ഞാനത് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഈ പുലിക്കത്തേക്ക് നമ്മുടെ ഈ യുവത്തെ തലമുറ ഇവരുടെ പറയുന്ന ഞാൻ എന്റെ ലൈവിൽ കൊണ്ടുവരാറില്ല എന്ന് പറയുന്നു. ഇപ്പോഴാണ് അമ്മാവന് നേരം വെളുത്തത്. സാമാന്യ വിവരമുള്ള ഒരാൾക്ക് മനസ്സിലാകും, ഒരു ഗൂഗിൾ ID എടുക്കണമെങ്കിൽ അവന്റെ പ്രായം ഏത് വേണമെങ്കിലും. അപ്പൊ ഈ കൊച്ചു പിള്ളേർ വിചാരിക്കണം ഈ പുലിക്കിത്തൊക്കെ അടി ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഗൂഗിൾ ID എടുത്ത് കയറി പോയി. പിന്നെ 5,000-10,000 പേര് നിങ്ങളുടെ മെമ്പർഷിപ്പിൽ ഇരിക്കുമ്പോൾ എവിടെയാണ് കൊച്ചുകുട്ടികൾ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടത്തില്ല, നിങ്ങൾക്ക് പൈസ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, ഈ ഇടുന്ന കോണകവും കാണിപ്പും അതുപോലെ ഈ പുലിക്കിത്ത കഴി ഒരല്പം കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എടോ, താൻ ഇതൊക്കെ പോയി കണ്ടിട്ട് എന്നിട്ടല്ലേടോ ഈ ചിലയ്ക്കുന്നത്?
ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ട് ചിലയ്ക്കുന്നതിൽ എന്താടോ അർത്ഥം? നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സൊക്കെ ഇതിനെതിരെ സംസാരിച്ച സമയത്തൊക്കെ നമ്മുടെ നാവടക്കി പിടിക്കാനായിട്ട് വന്ന് പാടുപെട്ട് കമൻറ്റ് ചെയ്ത് മെഴുകിയ ഒരുത്തനാണ് താൻ. എന്നിട്ട് താൻ തൻ്റെ ചാനലിൽ ഒരു ഒച്ച അനക്കവും ഇല്ലാതെ ഇരുന്ന ഒട്ടും ചലിക്കാതിരുന്ന തൻ്റെ ചാനലിനെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് താനിപ്പോൾ ഒരു 5-6 റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇപ്പോൾ ആ ഒരു ചാനലിൽ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അങ്ങേർക്കറിയാം അതിട്ടാലേ ചാനൽ വല്ലതും അനക്കം വയ്ക്കുള്ളൂ. അതുകൊണ്ടല്ലേടോ നാണമില്ലാത്ത താനിപ്പോൾ, അതും ഈ സ്ത്രീയെ പറ്റി വീഡിയോ ചെയ്യുമ്പോഴായിരുന്നു തനിക്ക് ഹാലിളകുന്നത് അത്രയും. എന്നിട്ട് താൻ അതും പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയല്ലേ. നിലപാട് വേണ്ടയിടോ മനുഷ്യ, പ്രത്യേകിച്ച് ആണുങ്ങളായി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു മഹത്വം കാണിക്കടോ. അതുപോലെ ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോൾ പിന്നെ സ്പെഷ്യൽ ലൈവ് ഉണ്ട്, എല്ലാരും കയറി വരണം. പിന്നെ അതുപോലെ നിഷാനയുടെ പൂന്തോട്ടം 12 മണിക്ക് നിഷാനയുടെ പൂന്തോട്ടത്തിൽ ഈ തേൻ നുകരാൻ ഓടി വാ സുഹൃത്തുക്കളെ. നിഷാനയുടെ പൂന്തോട്ടത്തിൽ തേൻ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ അതുപോലെ വേറെ കാര്യം കൂടെ പറയാം. ഇപ്പോ ആരെങ്കിലും കണ്ടിട്ട് ചോദിക്കും, നീയും വന്നിരുന്ന് കുറയ്ക്കുന്നത് അതൊക്കെ കണ്ടിട്ടല്ലേടാ എന്ന് ചോദിക്കും. മറുപടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു കൂലിപ്പണിക്കാരനാ സുഹൃത്തുക്കളെ. അതായത് രാവിലെ പോയി വൈകിട്ട് വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ കൊണ്ടുവന്നു ഈ കുലിക്ക് തെങ്ങി അടി കാണാൻ വേണ്ടിട്ട് അവരുടെ അണ്ണാക്കിലോട്ട് കൂട്ടി ചെരി കൊടുക്കാൻ ഇഷ്ടമില്ല. എനിക്ക് അങ്ങനെയല്ല വലിയ താല്പര്യവും. പിന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്ന കാര്യങ്ങൾ ഞാൻ പച്ചരിക്കും. ഇതുപോലെ തന്നെ ആരെങ്കിലും എന്നെ പൊങ്കാലായിട്ട് തുടങ്ങിയൊന്നും എനിക്കറിയത്തില്ല. കാരണം ഒരു കിളവ ഇപ്പൊ വന്നിട്ടുണ്ട്, അവന് വേറെ ഒരു ജനവുമില്ലാതെ വന്നിരുന്നു മറ്റുള്ളവരെ കുറ്റം പറയാനിരിക്കുന്നു എന്നൊക്കെ പറയും. നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറ്റം പറയുമ്പോ മറ്റുള്ളവർ നമ്മളെടുത്തിട്ട് അലക്കുന്നു എനിക്കറിയാം. അത് അവരുടെ വഴിക്ക് നടക്കട്ടെ, ഞാൻ എന്റെ വഴിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കാരണം ഇവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള സ്വാധീനം ഉള്ളതുകൊണ്ട് ഇതാണ് പ്രശ്നം. ഇവരെയൊന്നും ഒരു രോമത്തിൽ തൊടാൻ പോലും ആർക്കും കഴിയില്ല. പണത്തിനോടുള്ള ആർത്തി എന്ന് പറയും. ഒന്ന് മാത്രമേ നമ്മുടെ സമൂഹം പ്രശ്നങ്ങളും മാറ്റം. അതുപോലെ ആഡംബര ജീവിതവും സുഖ സൗകര്യങ്ങളും ആഗ്രഹിക്കുന്നവർ ഇന്ന് 10 രൂപ കിട്ടിയാൽ നാളെ 100 രൂപ ഉണ്ടാകാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ലൈവ് അവസാനം തന്നെ വരണം. നിഷാനയുടെ പൂന്തോട്ടം തുറക്കുന്നുണ്ട്, നമുക്ക് തേൻ നുകരണം. ഓടി വാ സുഹൃത്തുക്കളെ, മെമ്പർഷിപ്പ് പെട്ടെന്ന് എടുത്ത് വാ. ചേച്ചിക്ക് ഇനിയും കോടികൾ ഉണ്ടാക്കാനുണ്ട്. അതുപോലെ പിന്നെ ഒരു 12 മണി കഴിഞ്ഞ് വരികയാണെങ്കിൽ നാട്ടെ ഈ ഐറ്റം നമുക്കൊന്ന് കാണാം. കേട്ടോ, ഇതാണ് കേട്ടോ. അങ്ങനെയുണ്ട്. എന്തായാലും തൻ്റെ നിലപാടുകളും തൻ്റെ വീഡിയോകളും നേരത്തെ അറിഞ്ഞുകൂടാത്ത ആളുകളൊക്കെ വന്നിട്ട് ചിലപ്പോൾ തനിക്ക് സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ഹണ്ണാ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. എടോ, താനൊരു നിലപാടില്ലാത്ത വൃത്തികെട്ട കിളവനാണെന്നുള്ളത് എനിക്കറിയാം. അനുഭവം കൊണ്ട് എനിക്കറിയാം. എൻ്റെ ചാനലിൽ വന്ന് താൻ എപ്പോഴൊക്കെ മോങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ നന്നായിട്ടറിയാം. എപ്പോഴൊക്കെ ഈ പറയുന്ന മെമ്പർഷിപ്പ് ലൈവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ താൻ കണ്ണീരും കയ്യുമായിട്ട് വന്നിട്ടുണ്ട്. മൂക്കള ചീറ്റി എറിഞ്ഞിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ താനൊരു നിലപാടില്ലാത്ത പറട്ട കിളവനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓക്കെ, അതിൻ്റെ പേരിൽ താനും കൊണ്ടുപോയി കേസ് കൊടുക്കുന്നെങ്കിൽ കൊടുത്തോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, താൻ കുറേ വിയറ്റ്നാം ഇയർലിയുടെ ചക്കയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? എന്നിട്ട് പിടിപാടുകളെ പറ്റിയും താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് മറക്കണ്ട. ഇപ്പോൾ ഒരു ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യാപാരി, ഒരു ഗോൾഡ് വ്യാപാരി ഇപ്പോൾ ജയിലിലേക്ക് പോയിട്ടുണ്ട്. എന്തിനായിരുന്നു? ബോഡി ഷെയ്മിങ് ആയിരുന്നു അത് വിഷയം. മനസ്സിലായില്ലേ? താൻ പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, നിഷാന, അവരുണ്ടല്ലോ, അതിനപ്പുറം പിടിപാടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് താൻ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അടിക്കുന്ന സമയത്ത് ലാസ്റ്റ് താൻ പറയാതെ പറഞ്ഞു നിഷാനയുടെ പൂന്തോട്ടത്തിൻ്റെ കാര്യം. അത് അവരുടെ ചാനലിൽ ലൈവിൽ ഇട്ടിരിക്കുന്ന ആ ഒരു തമ്പനയിലാണ്. അപ്പോൾ താൻ അങ്ങനെ പറഞ്ഞു. അവർ കൊണ്ടിട്ട് ഒരു തൻ്റെ പേരിലൊരു കേസ് കൊടുത്താലുണ്ടല്ലോ, പോലീസുകാർക്ക് ഒറ്റ ഇടിക്ക് പോലും ഇല്ലടോ. താൻ ഒരു ഉണക്ക ചുള്ളിക്കമ്പ് കണക്കിരിക്കുന്ന തനിക്ക് നാണമില്ലേടോ ഇങ്ങനെ? ആണുങ്ങളായാലേ വാക്കിന് വില വേണം. പറയുന്ന വാക്ക് നിങ്ങൾ എൻ്റെ ചാനലിൽ വന്ന് മോങ്ങിയതൊന്നും ഞാൻ പറഞ്ഞ് വേറെ ആരും അറിയില്ലെന്ന് താൻ വിചാരിച്ചോ? എന്തായാലും തൻ്റെ ചാനലിൻ്റെ പേരും ഞാൻ വയ്ക്കത്തില്ല, തൻ്റെ ഫോട്ടോസും വയ്ക്കത്തില്ല. അത് താൻ സ്ട്രൈക്ക് തരുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. താൻ അങ്ങനെ വളരണ്ട. എൻ്റെ ചാനൽ വഴി താൻ വളരണ്ട.
അപ്പോൾ മറ്റ് ചാനലുകാരും ഈ സനൂസിനെ താൻ വന്നിട്ട് നിർത്തി പൊരിക്കാനൊക്കെ ആയിട്ട് വന്നു. താൻ ആ പെൺകുട്ടിയോട് എന്ത് നിലപാടില്ലാത്ത വർത്താനമാണോ സംസാരിച്ചത്? സനു എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിലെ പെൺകുട്ടിയോട്. കാര്യം അവൾ കുറച്ച് ആരെയും തെറി വിളിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ തൻ്റെ പ്രായമുള്ള, തൻ്റെ മകളാവാനുള്ള പ്രായമില്ലാത്ത പെൺകുട്ടിയെ താൻ എന്ത് മോശത്തരവും വഷളത്തരവോടെ പറഞ്ഞത്? അപ്പോൾ ആ ഒരു നിലപാടില്ലാത്ത താനാണോ ഇങ്ങനെ വന്നിരുന്ന് കുരയ്ക്കുന്നത്? അത് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കും. തനിക്ക് എന്താണോ തൻ്റെ നിലപാടെന്ന് പറയുന്നത്? വൃത്തികെട്ട കിളവ. എന്നിട്ട് സ്ത്രീകളെ ബോഡി ഷെയ്മിങ് ചെയ്യാനും ഉള്ളിച്ചാക്കിൻ്റെ തൊലിയുമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കളവനും വേറെ ചിലരും എല്ലാവരും കൂടി മനസ്സ് വെച്ചിട്ടാണ് എനിക്കൊരു സ്ട്രൈക്ക് മേടിച്ച് തന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ചുരുക്കം ഞാൻ തീർച്ചയായും തീർത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഇനി നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.